നമസ്കാരം. പതിരും കതിരും. പ്രതിക്രിയ, ശേഷക്രിയ, ഉദകക്രിയ തുടങ്ങിയ കുറേ ക്രിയകളെപ്പറ്റി നമുക്കറിയാം. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രക്രിയകളാണ് ആർക്കും പിടികിട്ടാത്തത്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് ചില പ്രക്രിയകൾ ഉണ്ടത്രേ. വെയിലത്ത് വെച്ചത് ഉണങ്ങാനും വെട്ടിവെച്ചത് പഴുക്കാനും നട്ടത് വേര് പിടിക്കാനും നിശ്ചിത സമയം മതി. പക്ഷേ കോൺഗ്രസിലെ പ്രക്രിയകൾ അവസാനിക്കണമെങ്കിൽ 7 രാത്രികളൊന്നും പോരാ. തുറന്നുവിട്ടിരിക്കുന്ന 2 ഭൂതങ്ങളെ കുടത്തിലടയ്ക്കാനുള്ള മാരക ക്രിയകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലേ ഒരെണ്ണത്തിനെ സ്വാതന്ത്ര്യത്തോടെ പ്രതിഷ്ഠിക്കാൻ കഴിയൂ. അടിയന്തര സാഹചര്യത്തിൽ ചിലർ പറന്നിറങ്ങി കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇപ്പോഴുള്ള അടിയന്തര സാഹചര്യം എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ കടക്കണിയിലായ കേരളത്തെ രക്ഷിക്കാനായി ദൈവം തമ്പുരാൻ നിയോഗിച്ചതാകുമോ ഈ വേണുഗോപാലിനെ? ഭരണത്തിൻ്റെ അടിയന്തരക്കഞ്ഞിയും വടിച്ചുകോരലും കഴിഞ്ഞ് പിണറായി വിജയൻ ഇറങ്ങിപ്പോയി. കാവൽ മാലാഖയായിട്ടിരുന്ന ഫയലുകൾ ഓരോന്നോരോന്നായി അരിഞ്ഞു കൂട്ടുകയാണിപ്പോൾ. പുതിയ സർക്കാർ വരുമ്പോൾ ഓരോ ഓഫീസിലും ഒരു ഫയലും കാണില്ല. പല്ലിക്കും പാറ്റയ്ക്കും പോലും ഒന്നും തിന്നാനില്ലാത്ത സിവിൽ സപ്ലൈസ്, നൂലും പഞ്ഞിയുമില്ലാത്ത സർക്കാർ ആശുപത്രികൾ, പാറ്റാക്കാട്ടമല്ലാതെ കാലണയില്ല ഖജനാവിൽ. ഇവരുടെ മൂന്നിൻ്റെയും തള്ളൽ കണ്ടാൽ തോന്നും ഖജനാവ് നിറഞ്ഞ് തുളുമ്പിക്കിടക്കുകയാണെന്ന്. അടുക്കളയിൽ ഉപ്പ് നോക്കാൻ കയറിയവൻ അമ്മാത്ത് പൊറുതി തുടങ്ങിയെന്ന നിലയിലായി കെ സിയുടെ കാര്യങ്ങൾ. എങ്ങനെയാണ് കെ സിക്ക് ഇത്ര പിന്തുണ എം പിമാർക്കിടയിലും MLA മാർക്കിടയിലുമെന്ന് അത്ഭുതപ്പെടുകയാണത്രേ ഹൈക്കമാൻഡ്. ഉച്ചിയിൽ ഉപ്പോളമെങ്കിലും ബുദ്ധിയും തലയ്ക്കകത്ത് വെളിച്ചം കയറാനുള്ള ഏതെങ്കിലും ഒരു കിഴുത്തയുമുള്ളവർ ചിന്തിക്കണ്ടേ? സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അദ്ദേഹം തുല്യം ചാർത്തിക്കൊടുക്കാതെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല. അയാൾ പേര് വെട്ടിയാൽ പോയി. അയാളുടെ കൃപാകടാക്ഷം ഉണ്ടെങ്കിലേ പാർട്ടിയിൽ എന്തെങ്കിലും നേടാൻ കഴിയൂ. സ്ഥാനാർത്ഥികൾക്കുള്ള ഫണ്ടുകൾ അലോട്ട് ചെയ്യുന്നതും KC അദ്ദേഹമാണ്. ലക്ഷങ്ങൾ പെട്ടിയിലാക്കി കൊടുത്താൽ വാലാട്ടാത്ത ഏത് നേതാവുണ്ട് ഇവിടെ? KC വേണുഗോപാലിൻ്റെ പെട്ടിപിടുത്തക്കാരും സിൽബന്ധികളുമായിട്ടുള്ള 3 പേരെയാണ് ഇവിടെ നിരീക്ഷകരായി കൊണ്ടുവന്നിരിക്കുന്നത്. മുൻഷിച്ചേച്ചി, ദീപയക്കൻ കേരളത്തിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവം അറിയുന്നുണ്ടോ? ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഒറ്റ ഒരുത്തനുമില്ല എന്നറിയുമ്പോൾ ഓർക്കണ്ടേ അയാൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ആളെണ്ണം കുറഞ്ഞു പോയതെന്ന്. ജനങ്ങൾ അയാൾക്കൊപ്പമാണ്, ഘടകകക്ഷികൾ അയാൾക്കൊപ്പമാണ്. ഇതൊന്നും ദീപാ മുൻഷിക്ക് അറിയില്ല. സംഗതിയുടെ കിടപ്പുവശം മനസ്സിലാക്കുന്നില്ല. 10 വർഷമെടുത്താണ് പിണറായി ജനത്തിൻ്റെ വെറുപ്പുകളെല്ലാം സമ്പാദിച്ചു കൂട്ടിയത്. പക്ഷേ ഇതാ KC വേണുവിന് 2-3 ദിവസമേ വേണ്ടി വന്നുള്ളൂ. അതാണ് KC. ഇനി നാളെ മുഖ്യനായി ഇദ്ദേഹം വന്നു എന്നിരിക്കട്ടെ. അവസരം കാത്തിരിക്കുന്ന സൈബർ ചാവേറുകൾ കൊത്തിപ്പറിച്ചാൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ രക്ഷയ്ക്കെത്തുമോ? നവമാധ്യമങ്ങളിൽ വലിഞ്ഞു കയറി വന്ന് മുഖ്യമന്ത്രിയായവനെന്ന പഴിദോഷവും തഴച്ചിലും എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ നിങ്ങളെപ്പറ്റി കാണും. ഇനി വർഗവഞ്ചകൻ എന്ന വിളി മാത്രമേ കോൺഗ്രസ് MLA മാരിൽ നിന്നും VD സതീശൻ നേടാനുള്ളൂ. ഇന്നലെ 3നെയും രാഹുൽ ഗാന്ധി ഇറക്കി വെളിയിൽ നിർത്തിയത് നമ്മൾ കണ്ടു. 3ൻ്റെയും ശരീരഭാഷ നോക്കി മുഖ്യനെ തീരുമാനിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചു. കർക്കടകത്തിലെ വെയിൽ പോലെ വോൾട്ടേജ് കുറഞ്ഞ ചിരിയായിരുന്നു 3നും. നിങ്ങൾ 3 പേരും മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യരാണെന്ന് രാഹുൽ പറഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു അത്. നമ്പർ 10 ജനുവതിലെ സോണിയയുടെ വീട്ടിൽ അടുക്കളയിലെ ലൈറ്റ് അണയുന്ന ഏതെങ്കിലും ഒരു രാത്രിയിലെ ഇതിൽ പരമയോഗ്യനായ മുഖ്യമന്ത്രി ആരെന്ന് അറിയാൻ കഴിയും. ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതും എന്തോ ഒരു വലിയ സംഭവമാണെന്ന്. യാതൊരു കാര്യവുമില്ലെന്നേ. CPMൻ്റെ PB പോലെ ഒരു പ്രഹേളികയാണത്. ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഗത്യന്തരമില്ലാതെ വന്നു നിന്ന് ജയിക്കാനുള്ള ഒരു നാടാണിത്. ആ ചിന്തയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വേണമായിരുന്നു. കേരളത്തിലെ MP ആയ പ്രിയങ്കയെങ്കിലും ഈ നാടിൻ്റെ പൾസ് മനസ്സിലാക്കണ്ടേ? ഒരു കോട്ടയും ഇളകാത്തതല്ലെന്ന് ഈ തെരഞ്ഞെടുപ്പോടെ നേതാക്കളൊക്കെ ഓർത്തു വെച്ചാൽ നല്ലത്. വലിച്ചു കയറ്റിയവർ തന്നെ വലിച്ചിറക്കി നിലത്തിട്ട് ചവിട്ടുന്ന കാഴ്ചയായിരുന്നു എങ്ങും. ഫലപ്രഖ്യാപനത്തിന് പോലും ഇത്രയധികം ആകാംക്ഷയുണ്ടായിട്ടില്ല കോൺഗ്രസ്സുകാർക്ക്. ശ്വാസവും പോയി സന്തോഷവും പോയി എന്ന നിലയിലാണ് അവരുടെ അവസ്ഥ. അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് KC ആണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ ചെന്ന് പ്രവർത്തകർ ജൗളി പൊക്കി കാണിക്കുമെന്നാണ്. അത് നടന്നില്ലെങ്കിൽ പോലും അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ജനം പിന്നാമ്പുറവും ഉമ്മറവും ഒന്നിച്ച് KCയെ കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഒരു ഓഹരി ഹൈക്കമാൻഡിനും ഉള്ളതാണ്. ഇത്രയേറെ വാക്കിന് വിലയില്ലാത്ത മനുഷ്യനാണോ KC വേണുഗോപാൽ? മുഖ്യമന്ത്രി പട്ടികയിൽ നിന്ന് എൻ്റെ പേര് മൈനസ് ചെയ്യാൻ പറഞ്ഞത് കേരളത്തിലെ പ്രമുഖരായ 2 മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലിരുന്നാണ്. നാളെ അവർ അക്കാര്യം തെളിവ് സഹിതം നിങ്ങളോട് ചോദിച്ചാൽ എന്തു മറുപടി പറയും? മുഖ്യമന്ത്രി പട്ടികയിൽ നിന്നും എൻ്റെ പേര് മൈനസ് ചെയ്യാൻ പറഞ്ഞത് എന്ത് ആത്മാർത്ഥതയോടെയായിരുന്നു നിങ്ങൾ? പുതിയുഗയാത്രയുടെ സമാപനത്തിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ പേരോ
പുതുയുഗ യാത്രയെപ്പറ്റിയോ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. അപ്പോഴേ അപകടം മണത്ത് കാണണം സതീശൻ. ഇതിലേറെ രസം, ചക്ക വീണ് മുയൽ ചത്തതുപോലെ മാത്രം ജയിച്ചു വന്ന ചില MLA-മാരുടെ ഭാവം മാറിയതാണ്. കായംകുളത്ത് കരഞ്ഞ് കവിൾത്തടം വീർപ്പിച്ച ലിജു പറയുന്നത് തെറി വിളിക്കുന്നവർ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ്. സൈബർ ആക്രമണം നടത്തുന്നവരെ നിലയ്ക്ക് നിർത്തുമത്രേ. റാന്നിയിൽ ജയിച്ച പഴകുളം മഴു പറയുന്നത് സതീശൻ അണികളെ നിലയ്ക്ക് നിർത്തണമെന്നാണ്. അപ്പോൾ സതീശൻ്റെ കൂടെയുള്ളത് വഴിപോക്കന്മാരാണോ കോൺഗ്രസ്സുകാരാണോ? അല്ല, CPM-കാർക്കും ഇതുപോലെ ഉണ്ടായിരുന്നു ചില തോന്നിവാസങ്ങൾ പറച്ചിൽ. സർക്കാരിനും പാർട്ടിക്കുമെതിരെ സമരം നയിക്കുന്നവരെല്ലാം തീവ്രവാദികളാണെന്നാണ് അവർ പറയുന്നത്. എന്തൊക്കെയായാലും KC വേണുഗോപാൽ കൊടുത്ത ഫണ്ടിൻ്റെ ഒരു ശക്തി നോക്കണേ. ഇപ്പോൾ ഭൂരിപക്ഷം MLA-മാർക്കും സതീശനെന്ന് കേൾക്കുമ്പോൾ കയ്പാണ്. കുഴൽനാടൻ്റെയും സിദ്ദിഖിൻ്റെയും ഒക്കെ ശരീരഭാഷയങ്ങ് മാറി. ദൈവമേ, എന്തൊക്കെയായിത്തീരുമോ എന്തോ.